നമ്മൾ ഇന്ന് മറ്റു രൂപത്തിലാണ് റസൂലുള്ളാഹി തങ്ങളെ പരിചയപ്പെടുക എന്നത് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹിനെ അറിയുക എന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ചെറിയ കാര്യമൊന്നുമല്ല. പക്ഷെ നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, നമുക്കൊക്കെ നബിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ പുതിയതായിട്ടൊന്നും അതിൽ അറിയാനില്ല എന്ന് ധാരണ വെച്ചിട്ട് നമ്മൾ റസൂലുള്ളാഹിനെ വിലയിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളും അപകടത്തിൽ ചെന്ന് ചാടുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിവിടെ ആവർത്തിക്കുന്നില്ല. ഒരാളെ വേറൊരാൾ അറിയുക എന്നത് അവനവൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് മറ്റൊരാളെ നമുക്ക് വിലയിരുത്താൻ കഴിയൂ. അത് ലോകത്തിലെ പൊതു നിയമമാണ്. ഈ ശ്രീധരൻ എന്ന് പറയുന്ന എഞ്ചിനീയർ വലിയൊരു എഞ്ചിനീയർ ആണെന്ന് ലോകത്തെല്ലാവരും പറയണം. പക്ഷെ എനിക്കത് മനസ്സിലാകണില്ലല്ലോ, കാരണം എനിക്ക് എഞ്ചിനീയറിംഗ് എന്താണെന്ന് തന്നെ അറിയില്ല. പിന്നെ അയാൾ വലിയൊരു എഞ്ചിനീയറാണെന്ന് എല്ലാവരും പറയുമ്പോൾ ഞാനും പറയുക എന്നതിൻ്റെ അപ്പുറം ഒരു എഞ്ചിനീയർക്ക് അയാളെ അറിയൂ. ഒരു ഡോക്ടർ നല്ല ഡോക്ടറാണെന്ന് പറഞ്ഞാൽ കാണാൻ ചന്തണ്ടെങ്കിൽ ഞാൻ നല്ല ഡോക്ടർ പറയും. പക്ഷെ ആ ഡോക്ടർ നല്ല ഡോക്ടറാണെന്ന് പറയണമെങ്കിൽ ആ വകുപ്പിനെ പറ്റി അറിയുന്ന ഒരാളാവണം. ഒരു പാട്ട് നല്ല പാട്ട് അതിനെപ്പറ്റി പറയണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതിന് പിരാന്ത് എന്നാ പറയാ. പാട്ടിനെ പറ്റി അറിയുന്ന, പാട്ടിനെ പറ്റിയുള്ള താല്പര്യങ്ങൾ അറിയുന്ന ആൾ പറയുമ്പോഴേ അതാവുള്ളൂ. ഇതെല്ലാ കാര്യത്തിലും നമ്മൾ ആദ്യം സമ്മതിക്കണം. അപ്പോൾ ഏതൊന്നിനെ വിലയിരുത്തപ്പെടുമ്പോഴും നാം നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ടാണ് വിലയിരുത്തുന്നത് എന്ന ബോധം നമുക്ക് അനിവാര്യമാണ്. കാരണം അങ്ങനെ വേണ്ടി വരുന്നത് എന്തുകൊണ്ട് ചോദിച്ചാൽ, അള്ളാഹു തആല ഓരോ മനുഷ്യനും വേറെ വേറെ തല കൊടുത്തു എന്നൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എൻ്റെ തലയായിരുന്നു എല്ലാവർക്കുമെങ്കിൽ പിന്നെ ഞാൻ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ പറയേണ്ടതൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. നമുക്കൊക്കെ വേറെ വേറെ തല തന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വന്തം താല്പര്യങ്ങളുണ്ട്, സ്വന്തം ചിന്ത ഉണ്ട്, സ്വന്തം കാഴ്ചപ്പാടുണ്ട്, സ്വന്തം കഴിവുകളുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ അവനവൻ്റെ താല്പര്യങ്ങൾ വെച്ചിട്ടാണ് നബിയെ നമ്മൾ വിലയിരുത്തുന്നത്. ഈ അവസ്ഥ തീർച്ചയായും മാറേണ്ട ഒന്നാണ്. നബിയെ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ കഴിവുകേട് മനസ്സിലാക്കുക. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദുർബലതയിലാണ്, ബലഹീനതയിലാണ്, വിവരമില്ലായ്മയിലാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, നിങ്ങളുടെ മാതാവിൻ്റെ ഗർഭത്തിൽ നിന്ന് നിങ്ങൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെയാണ് നമുക്ക് അറിവ് തുടങ്ങുന്നത്. ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞ അറിവ് ഉമ്മയെക്കുറിച്ചാണ്. ഉമ്മാനെ തിരിച്ചറിയുക. കുറേ കഴിഞ്ഞപ്പോൾ ആ ഉമ്മാനെ തൻ്റെ ഉമ്മയാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് അറിവ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അറിവ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കപ്പെടുന്നത് തിരിച്ചറിവാണ്. റസൂലുള്ളാഹിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുക എന്നതാണ് വലിയ പ്രശ്നം. അതിനുവേണ്ടി അല്ലാഹു തആല നമുക്ക് പ്രത്യേകമായി ജഅലലക്കും സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നമുക്ക് അല്ലാഹു തആല കാണാനും കേൾക്കാനും ചെവിയും അതേപോലെയുള്ള അവയവങ്ങളൊക്കെ അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്നു. വൽ അഫ്ഇദത, തലച്ചോറ് അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എന്തിനാ? ഇതൊക്കെ അല്ലാഹു തആല തന്ന ലഅല്ലക്കും തഷ്കുറുൻ, നിങ്ങൾ അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവരാകും. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ കേൾവി, നമ്മുടെ കാഴ്ച, നമ്മുടെ പ്രത്യേകമായ തലച്ചോറിൻ്റെ കഴിവ്, വസ്തുതകൾ വിലയിരുത്താനുള്ള നമ്മുടെ ചിന്താശേഷി, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായും നമ്മൾ അള്ളാഹുവിനെ പറ്റി ബോധമുള്ളവരാകും. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ലോകത്ത് അങ്ങനെ തന്നെയാ. ലോകത്ത് എല്ലാവരും വിചാരിക്കുന്ന എൻ്റെ അത്ര ബുദ്ധി ലോകത്ത് ആർക്കുമില്ല. അൽഹംദുലില്ലാഹ്, ഗസാലി ഇമാം ഇഹിയിൽ പറഞ്ഞ പോലെ അല്ലാഹു തആല എന്തൊക്കെ എനിക്ക് തന്നിട്ടില്ല, മുതൽ എനിക്ക് അല്ലാഹു തആല തന്നിട്ടില്ല, സൗന്ദര്യം അല്ലാഹു തആല തന്നിട്ടില്ല, വലിയ കുടുംബമൊന്നും അല്ലാഹു തആല തന്നിട്ടില്ല, എന്നാലും എല്ലാവർക്കും കൊടുത്തതിനേക്കാളും തോനെ ബുദ്ധി അല്ലാഹ് എനിക്ക് തന്നിട്ടുണ്ട് എന്ന് എല്ലാവരുടെയും വിചാരം. എൻ്റെ അഭിപ്രായമല്ല, ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞാണ്. അതിൽ അൽഹംദുലില്ലാഹ് ഞാൻ വളരെ ഉസാറാ. ഈ ലോകത്തൊരു മനുഷ്യന് അന്തെന്ന് പറഞ്ഞില്ലല്ലോ. പിണറായിക്ക് ഭരിക്കാൻ അറിഞ്ഞൂടാ, കലക്ടർക്ക് ജില്ല നിയന്ത്രിക്കാൻ അറിഞ്ഞൂടാ, മോര്യർക്ക് പള്ളിയിലെ കാര്യം നോക്കാൻ അറിഞ്ഞൂടാ, ഇങ്ങനെ ഒക്കെ അറിവില്ലാത്തവരെ ഞാനാണ് എല്ലാം തികഞ്ഞൊരു മനുഷ്യൻ. അൽഹംദുലില്ലാഹ്, ആ വിഷയത്തിൽ നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. നമ്മൾ സ്വയം വിലയിരുത്തുകയാണ്. അത് മനുഷ്യന്റെ ഒരു കഴിവുകേട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് മനസ്സുകൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്, പക്ഷേ തിരിയേണ്ടത് അവരതുകൊണ്ട് തിരിയുന്നില്ല. അതേപോലെ തന്നെ വലഹും അയ്യുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുണ്ട്, പക്ഷെ ആ കണ്ണുകൊണ്ട് കാണേണ്ടത് കാണുവാനോ ചെവി കൊണ്ട് കേൾക്കേണ്ടത് കേൾക്കുവാനോ കഴിയാത്ത ഒരവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുമ്പോൾ പിന്നെ നബിയെ തിരിച്ചറിയാൻ പോയിട്ട് നമുക്ക് സ്വന്തം വാപ്പാനെ, സ്വന്തം ഉമ്മയെ, സ്വന്തം ഭാര്യയെ, സ്വന്തം കുടുംബത്തെ, മനുഷ്യനെ, മൃഗത്തെ, അയൽവാസികളെ, സമൂഹത്തെ ഒന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയൂല. ഇതൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു ഗുണം നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം
കഴിവുകളില്ലാത്ത, സ്വയം നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ കിട്ടിയ കഴിവ് കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാനും ലോകം മനസ്സിലാക്കാനും ഒക്കെ മനുഷ്യരെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് വലക്കത് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. ലോകത്ത് മനുഷ്യനൊരു സമൂഹമായി എവിടെയൊക്കെ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ അല്ലാഹു തആല റസൂലിനെ നിയോഗിച്ചു കൊണ്ടിരുന്നു, പ്രവാചകന്മാരെ നിയോഗിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അതുകൊണ്ടാണ്. എവിടെയൊക്കെ മനുഷ്യൻ ഒരു സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ ആദം നബി അലൈഹിസ്സലാം തുടങ്ങി വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, ജനം ആദം നബിയുടെ കാലം ഒരു കുടുംബം എന്നുള്ള അവസ്ഥ വിട്ടിട്ട് സമൂഹമായി മാറിയപ്പോ, നൂഹ് നബിയുടെ കാലം വരുമ്പോ ഒരു കുടുംബമല്ല ഒരു സമൂഹമായി ലോകം മാറിയപ്പോ അല്ലാഹു തആല നൂഹ് നബിയെ റസൂലാക്കി നിയോഗിക്കുകയാണ്. ആ റസൂലാക്കി നിയോഗിക്കപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ലോകത്ത് വന്നപ്പോ വലിയൊരു പ്രശ്നം. എന്താ പ്രശ്നം? ഖാലൽ മലഉല്ലദീന കഫറു മിൻ ഖൗമിഹി, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ, അവരിലുള്ള നേതാക്കന്മാര് പറഞ്ഞു, നൂഹ് റസൂലാണ്, അള്ളാഹുവിന്റെ ദൂതനാണെന്ന് അവകാശപ്പെടുന്നു. മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഇവൻ നമ്മളെ പോലത്തെ ഒരു മനുഷ്യൻ തന്നെ അല്ലേ? ഇത് വലിയൊരു പ്രശ്നമാണ്. അത് തെറ്റൊന്നുമല്ല പറഞ്ഞു. ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ തന്നെ പറയാ. ഇപ്പൊ നിങ്ങൾ അവരെയൊക്കെ കാഫറാക്കൊന്നും വേണ്ട. ലോകം അങ്ങനെയല്ലേ, ശരിയല്ലേ ആ പറയണത്? ഒരാൾ വന്നിട്ട് വേറെ ബുദ്ധിയുള്ള തൻ്റെയുള്ള വിവരമുള്ള ആളുകൾക്കിടയിൽ ഒരാൾ വന്നിട്ട് പറയാണ് മാഹാദ, തുറന്നിടി ഉള്ളിലാളുണ്ട്. ഒരാൾ വന്നിട്ട് പറയണ, നമ്മളോട് വന്നിട്ട് പറയാ ഞാൻ റസൂലാണ്, ഞാൻ നബിയാണ് എന്ന് ഒരാൾ പറയുമ്പോ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ നമ്മളെ പോലത്തെ ഒരു മനുഷ്യനാണ് എന്ന് മാത്രമല്ല, വേറൊരു വിഭാഗം പറയുന്നത് കാണാം. ആദ്യ സമുദായത്തിലേക്ക് ഹൂദ് നബിനെ അള്ളാഹു നിയോഗിച്ചപ്പോ മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും യഅ്കുലു മിമ്മാ തഅ്കുലൂന വയശ്റബു മിമ്മാ തശ്റബൂൻ. ഈ ഹൂദാരാ? ഇപ്പൊ റസൂലാണ് നബിയാന്നും പറഞ്ഞിട്ട് വരിക. ഇപ്പൊ നമ്മളെ പോലെ തന്നെ ആഹരിക്കുകയും നമ്മളെ പോലെ തന്നെ പാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയല്ലേ? എന്താണ് ഇവൻ, ഈ മനുഷ്യനായ ഇവൻ വന്നിട്ട് നമ്മളോട് അള്ളാഹുവിന്റെ ദൂതനാണ് ഞാനെന്ന് പറയുന്നത്? എന്ത് ന്യായമാണ് ഇതിനുള്ളത്? മൂസ നബി അലൈഹിസ്സലാം പിന്നീട് വരുന്നു. മൂസാ നബി വന്നിട്ട് പറയുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാ. സുമ്മ അർസൽനാ മൂസാ വഅഖാഹു ഹാറൂന ബിആയാതിനാ വസുൽത്താനിൻ മുബീൻ. മൂസ നബിയെയും ഹാറൂൻ നബിയെയും അല്ലാഹു തആല നിയോഗിക്കുമ്പോ കാലു, അവരും പറഞ്ഞതാ നുഅ്മിനു ലി ബശറൈനി, ഞങ്ങൾ രണ്ട് മനുഷ്യന്മാരെ വിശ്വസിക്കണമെന്നാണോ? മിസിലിന, ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാരല്ലേ ഇവരും? ഈ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാരെ വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ഇതേപോലെ ജനങ്ങൾ പറയുന്നുണ്ട്. ഇതേപോലെ മക്കയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ഓരോന്നും ഖുർആനിൽ എടുത്ത് പറയാനല്ല, മക്കയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടപ്പോ മക്കക്കാര് പറഞ്ഞതും പരിശുദ്ധ ഖുർആൻ പറയുന്നു. അക്രമികളായ ആളുകൾ അവര് പറഞ്ഞു, അവര് രഹസ്യം പങ്കുവച്ചു. എന്താണ്? ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഈ മുഹമ്മദും നമ്മളെ പോലത്തെ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ തന്നെയല്ലേ? എന്താപ്പി നിങ്ങളെ പോലത്തെ ഒരാൾ വന്നിട്ട് ഞാൻ അള്ളാഹിന്റെ ദൂതനാണ് എന്നങ്ങോട്ട് പറയുമ്പോഴേക്കും അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുകയാണോ വേണ്ടത് എന്ന് മക്കക്കാരും പറയുന്നു. എന്നിട്ട് ഇവര് പറഞ്ഞ ന്യായം എന്താ? അങ്ങനെ അള്ളാഹു ഒരു ദൂതനെ അയക്കണമെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനൊരു ദൂതനെ മനുഷ്യരിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ വലൗ ഷാ അല്ലാഹു ലഅൻസല മലായികതൻ, ഒരു മനുഷ്യനെ ഏതായാലും അല്ല നിയോഗിക്കൂലല്ലോ, മലക്കിനെ വിട്ടൂടെ? എത്താപ്പ അതിന് കുഴപ്പം? അള്ളാഹിന്റെ അടുത്ത് എത്രങ്ങാനും മലക്കുണ്ട്, അതിലൊരു മലക്കിനെ പറഞ്ഞയച്ചാൽ പോലെ എന്തിനാ ഈ മനുഷ്യനെ പറഞ്ഞയക്കുന്നത് എന്ന് അവര് പറഞ്ഞു. ഇത് ലോകത്ത് എക്കാലവും ഉള്ളൊരു പ്രശ്നമാണ്. എവിടെയൊക്കെ മനുഷ്യന്മാര് പ്രവാചകന്മാരായി ചെല്ലുന്നുണ്ട് അവിടെയൊക്കെ അല്ലാഹു തആല അതിന് മറുപടി പറയുന്നത് എന്താ? വലൗ ജഅൽനാഹു മലക്കൻ, നമ്മളൊരു മലക്കിനെ റസൂലാക്കി നിയോഗിച്ചാൽ ലജഅൽനാഹു റജുല, അപ്പോ ഒരു ആണ് മലക്കിനെ നമ്മൾ പറഞ്ഞേക്കുള്ളൂ, പെണ്ണ് മലക്കാവൂല. പെണ്ണ് മലക്കിനെ വിട്ടാക്കൂല, അപ്പോഴും ആണ് മലക്കിനെ വിട്ടാക്കുക. അപ്പൊ ഇവര് പറയും എന്താ ആണ് മലക്ക്, എന്നാ പിന്നെ പെണ്ണ് മലക്കിനെ വിട്ടൂടെ? ഈ പ്രശ്നം അപ്പോഴും അവശേഷിക്കും. ഒരു പെണ്ണ് മലക്കിനെ അല്ലാഹു തആല റസൂലാക്കി നിയോഗിക്കൂല, ഒരാണ് മലക്കായിരിക്കും അപ്പോഴും വരിക. മലക്കുകളിലാണെങ്കിലും ആണും പെണ്ണും ഇല്ല. ഏതായാലും ഈ പറയുന്ന ആശങ്കകളും ഈ തർക്കങ്ങളും ഈ പ്രശ്നങ്ങളൊക്കെ അപ്പോഴും അവർ നേരിടേണ്ടി വരും. ഈ വിമർശനങ്ങളൊക്കെ അവിടെയും വരും എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത്.
അപ്പൊ ഇത് ലോകത്ത് എക്കാലത്തും പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടപ്പൊക്കെ ഉള്ള ഒരു വിഷയമാണ്. അപ്പൊ അല്ലാഹു തആല ഒരാളെ റസൂലാക്കി നിയോഗിക്കുമ്പോ ആ റസൂൽ ആരാവണം, എന്താണ് റസൂലിന് വേണ്ടത്, ആരെയാണ് അല്ലാഹു തആല മനുഷ്യരിലേക്ക് നിയോഗിക്കുക എന്നതൊരു പ്രശ്നമാണ്. ഇത് ചെറിയൊരു കാര്യമല്ല. ഈ പറഞ്ഞ സംശയം ആളുകൾ എക്കാലവും ഉപയോഗിച്ച ആ സംശയം അർത്ഥവത്തായ ഒരു സംശയമാണ്. എന്താ അത്? ഒന്നാമതായിട്ട് മനുഷ്യനായ ഒരാൾക്ക് മലക്കിനെ കേൾക്കാൻ കഴിയില്ല. മലക്ക് വന്നിട്ട് ഇഖ്റാ എന്ന് അസ്രായിൽ അലൈഹിസ്സലാം വന്നിട്ട് ഇഖ്റാ എന്ന് ഒറ്റപ്പാലത്ത് വന്നിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജിബ്രീൽ വന്നിട്ട് ഇഖ്റാ എന്ന് ജിബ്രീൽ വന്ന് ഒറ്റപ്പാലത്ത് വന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്ത് പിന്നെ ശവം അടക്കാൻ ഒരാളുണ്ടാവില്ല, ഖബറ് കുത്താനൊരു മനുഷ്യനുണ്ടാവില്ല, മുഴുവൻ അതോടൊക്കെ പോകും. ഇത് താങ്ങാൻ കഴിയില്ല. അവരുടെ വഹിയും അവരുടെ ശബ്ദവും കേൾക്കാനുള്ള കരുത്ത് മനുഷ്യനില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് വഹി സ്വീകരിക്കാൻ കഴിയില്ല. ഏത് മനുഷ്യനായാലും മലക്കിന്റെ ശബ്ദം കേൾക്കാനുള്ള മലക്കുമായി ആശയവിനിമയം നടത്താനുള്ള കഴിവ് മനുഷ്യർക്കില്ല. അപ്പൊ പിന്നെ ഒരു മലക്കിനെ റസൂലാക്കിയാണ് ചോദിച്ചാൽ പ്രശ്നം തീരുമല്ലോ. മലക്ക് റസൂലായിട്ട് വന്നാല് ഇവിടെ ആരോടാ മലക്ക് സംസാരിക്കേണ്ടത്? ജിന്നുകളോടും മനുഷ്യരോടുമാണ്. ഈ രണ്ട് വിഭാഗത്തിനും മലക്കിനെ താങ്ങാനും കഴിയില്ല. ഇത് രണ്ടും കൂടി ഒരു പ്രശ്നമാണ്. ആ തല ശരിയായാൽ, അതായത് മലക്കിൽ നിന്ന് റിസീവിംഗ് ആണ്, വഹി സ്വീകരിക്കുക, ആ റിസീവിംഗ് യൂണിറ്റ് ശരിയാവൂല. മനുഷ്യന് വഹി സ്വീകരിക്കാൻ കഴിയൂല മലക്കിൽ നിന്ന്. ഇനി മലക്ക് ഇവിടെ വന്നിട്ട് പ്രബോധനം ചെയ്യുകയാണെങ്കിലോ, അപ്പൊ ഇവിടെ പ്രശ്നം എന്താ? അവർക്ക് മലക്കുകൾക്ക് മനുഷ്യന്മാർക്ക് ഇത് കേൾക്കാനുള്ള, ഇത് സ്വീകരിക്കാനുള്ള കഴിവ് മലക്കിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് മനുഷ്യനുണ്ടാവില്ല. അപ്പൊ തിരിച്ചും മറിച്ചും പ്രശ്നമാണ്. അപ്പൊ പിന്നെ എന്താ ഇതിനൊരു മാർഗം? അല്ലാഹു തആല ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ശറഉൽ അഖായിദിൽ പ്രവാചകന്മാരെ പറ്റി പഠിക്കേണ്ടി വന്നത്. സഫാറത്തുൽ അബ്ദി ബൈനല്ലാഹി വ ബൈന ദവിൽ അൽബാബി മിൻ ഖലീഖതിഹി. റിസാലത്ത് റസൂൽ എന്ന് പറഞ്ഞാൽ ആരാ? സഫാറത്തുൽ അബ്ദി ബൈനല്ലാഹി വ ബൈന ദവിൽ അൽബാബി മിൻ ഖലീഖതിഹി. അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ പടപ്പുകൾക്കും ഇടയിൽ ഇടയാളന്മാരായി നിൽക്കുന്ന ഒരു പാലമാണ് ഈ പറയുന്ന പ്രവാചകന്മാരെന്ന് പറയുന്നവര്. അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് അവരിലൂടെ നമുക്ക് കിട്ടുക, അള്ളാഹുവിലേക്ക് നമുക്ക് ചെല്ലാൻ ആ മാർഗം ഇവര് ശരിയാക്കി തരിക. ഇതിന്റെ ഇടയിലുള്ള പാലം, ഇടയാളന്മാരാണ് ഈ പ്രവാചകന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടിനും ഇടയിൽ നിൽക്കുന്ന പ്രവാചകന്മാരാകാൻ പോകുന്ന മലക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രാൻസ്മിഷൻ ചെയ്യാൻ കഴിയില്ല. മനുഷ്യനാണെങ്കിലോ, സാധാരണ മനുഷ്യനാണെങ്കിലോ ഈ റിസീവിങ് പ്രവർത്തിക്കൂല, അവർക്ക് വഹി സ്വീകരിക്കാനും കഴിയില്ല. രണ്ടായാലും പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന നിലക്കാണ്, ഒറ്റ മാർഗമേ അത് പരിഹരിക്കാനുള്ളൂ എന്നതുകൊണ്ടാണ് പടച്ചു തമ്പുരാൻ ഒരു 2-in-1 ആയിട്ട് കുറെ ആളുകളെ സൃഷ്ടിച്ചത്. 2-in-1 ആണ്, മലക്കുമാണ് മനുഷ്യനുമാണ്. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ഭാഗം. റസൂലുള്ളാഹിനെ തിരിച്ചറിയുമ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഈ രണ്ട് മുഖം, അത് റസൂലുള്ളാഹി തങ്ങൾ മാത്രമല്ല, ഒരാൾ പ്രവാചകൻ, റിസാലത്ത് പ്രവാചകൻ എന്ന് ഞാൻ പറയുമ്പോൾ റസൂലിനകത്തോട്ട് ഈ പറഞ്ഞ നിയമമൊക്കെ ബാധകം. നബിയായിട്ട് അയക്കപ്പെട്ട ഒരാൾക്ക് തബ്ലീഗ് ഇല്ലാത്ത നബിക്ക് ഇതൊന്നും ആവശ്യമില്ല. മറ്റുള്ളവരിലേക്ക് ദഅവത്ത് നടത്താൻ ഏൽപ്പിക്കപ്പെട്ട റസൂല് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ദൂതൻ എന്ന അർത്ഥം പറയണം. പക്ഷെ പ്രവാചകർ എന്ന് നമ്മൾ പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് അങ്ങനെ പോവുക. കിതാബുകളിലും അങ്ങനെ നബി എന്നൊക്കെ പറയുമ്പോൾ ഈ വിഷയങ്ങളിൽ റിസാല റസൂലാ ഉദ്ദേശം. ഏതാവട്ടെ, ആ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രൂപം ഒരു നബിക്ക് ഉണ്ടാവൽ കൂടാതെ കഴിയില്ല. അതുകൊണ്ടാണ് ഖാലി ഇയാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, വലൗ കാനത്ത് അജ്സാമുഹും വലവാഹിറുഹും മുത്തസിമതൻ ബിനുഊത്തിൽ മലായികതി. മലക്കുകളുടെ ഗുണമുള്ളവരായിരുന്നു പ്രവാചകന്മാർ എന്ന് വന്നാൽ അവരുടെ ശരീരവും അവരുടെ പ്രത്യക്ഷമായ രൂപവും മുത്തസിമതൻ ബിനുഊത്തിൽ മലായികതി, മലക്കുകളുടെ രൂപത്തിലായാൽ, കാണുമ്പോൾ തന്നെ മലക്കായാൽ, അവരുടെ ശരീരം മലക്കായാൽ, ലമാ അത്വാഖൽ ബശറു വമൻ ഉർസിലു ഇലൈഹിം, മനുഷ്യർക്കും അവരെ നിയോഗിക്കപ്പെട്ട ആളുകൾ, അതായത് ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കുമാണ് നിയോഗിക്കപ്പെടുന്നത്, ഇവർക്ക് ഈ നബിനെ സ്വീകരിക്കാൻ കഴിയൂല, ഈ റസൂലിനെ കേൾക്കാൻ കഴിയില്ല, ഈ റസൂലിന്റെ ദഅവത്ത് മനസ്സിലാക്കാൻ കഴിയില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ചെയ്ത പണി എന്താ? ഇതിനൊരു പരിഹാരമായിട്ട് അല്ലാഹു തആല ചെയ്തത് ഫജുഇലു മിൻ ജിഹത്തിൽ അജ്സാമി വല്ലവാഹിരി, ശരീരം നോക്കിയാലും പ്രത്യക്ഷമായി നോക്കിയാലും ആൽ ബശരി, ഈ റസൂൽ എന്ന് പറയുന്നയാള് മനുഷ്യ കൂട്ടത്തിൽപ്പെട്ടയാളാണ്, കാണാൻ മനുഷ്യനാണ്. പക്ഷേ വമിൻ ജിഹത്തിൽ അർവാഹി വൽ ബവാത്തിനി, ആത്മീയമായിട്ട് നോക്കിയാലും റൂഹിന്റെ ഭാഗത്ത് കൂടെയും വൽ ബവാത്തിനി, പരോക്ഷമായിട്ട് അവരുടെ ഉള്ള് നോക്കിയാലും അൽ മലായിക്കത്തി, അവർ മലക്കുകളാണ് എന്ന് വ്യക്തമായി തന്നെ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ അഷിഫ 2-ാം വാള്യം 284-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. അപ്പൊ അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇന്നി ലസ്തു കഹയത്തിക്കും, ഞാൻ നിങ്ങളുടെ പ്രകൃതി ഗുണമുള്ള ആളെ അല്ല. റസൂലുള്ളാഹി തങ്ങൾ വ്യക്തമായി തന്നെ പറയുകയാണ്, ഞാൻ മനുഷ്യ പ്രകൃതിയിലുള്ള ആളല്ല. പക്ഷെ നമ്മളത് ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ റസൂലുള്ളാഹി തങ്ങളെ മനസ്സിലാക്കുമ്പോൾ അത് ഗൗരവമായി തന്നെ ഉൾക്കൊള്ളണം. ഇന്നി ലസ്തു കഹയത്തിക്കും, നിങ്ങളെന്ന് പറയുന്ന മനുഷ്യ പ്രകൃതി, ആ പ്രകൃതി എനിക്കില്ല, ഞാൻ മനുഷ്യ പ്രകൃതിയുള്ള ആളല്ല. വളരെ പ്രസിദ്ധമായ ഹദീസ്, എല്ലാവരും അയാൾ പറയുന്ന ഹദീസാ. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ ഉൾക്കൊള്ളണം. ഞാൻ മനുഷ്യ പ്രകൃതി അല്ല എന്ന് വ്യക്തമായി തന്നെ അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്. വളരെ വ്യക്തമായ ഹദീസാണ്. എന്നാ പിന്നെ മനുഷ്യനല്ലേ? ആണ്. മലക്കല്ലേ? ആണ്. അതാ മഹാനായ ഇമാം ഇബ്നു ഖൽദൂൻ റളിയല്ലാഹു അൻഹു തങ്ങള് തന്റെ മുഖദ്ദിമയിൽ പറയുന്നത് കാണാം. ഫനുഫൂസുൽ അംബിയായി, അമ്പിയാക്കന്മാരുടെ നഫ്സുകള്, അമ്പിയാക്കന്മാർ അലൈഹിമുസ്സലാത്തു വസ്സലാം ലഹാ ഖാസിയത്തുൻ, അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ നിലവാരത്തിലല്ല അവരുള്ളത്. അവർക്ക് പ്രത്യേകമായ ചില ഖസായിസുകൾ അമ്പിയാക്കന്മാർക്കുണ്ട് എന്നല്ല. തസ്തഇത്തു ബിഹാലിൽ ഇൻസിലാഹി മിനർ റൂഹാനിയത്തിൽ ബശരിയ, അവർ മനുഷ്യ ആത്മീയമായും റൂഹിയായും ശാരീരികമായും ഒക്കെ അവരുടെ അവസ്ഥ മനുഷ്യനിൽ നിന്ന് ചിലപ്പോൾ അങ്ങോട്ട് ഊരിപ്പോകും. ഇൻസിലാഹ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മൂല്യന്മാർക്ക് പഠിപ്പിക്കണ്ടല്ലോ. പാമ്പ് തോലൂരിയിടും പോലെ, പാമ്പിന്റെ എന്താണ് പറയുന്നത്, വള പാമ്പ് വള എന്ന് പറഞ്ഞ പോലെ ചിലപ്പോ എന്ത് ചെയ്യും, അമ്പിയാക്കന്മാര് അവരുടെ ആ അവസ്ഥയിൽ നിന്ന് ഊരിപ്പോകും. ഇതാ ഇബ്നു ഖൽദൂൻ രേഖപ്പെടുത്തുന്നത്. ആ അവസ്ഥയിൽ നിന്ന് ഇൻസിലാഹായിട്ട് അവിടെ ഊരിപ്പോയിട്ട് അവർക്ക് സംഭവിക്കുന്ന അവസ്ഥ എന്താ? എവിടേക്കാ അവര് പോണത്? ഇല റൂഹാനിയത്തിൽ മലക്കിയ, അവർ മലക്കുകളായി തന്നെ മാറും. ഹത്താ യസീറു മലക്കൻ ഫീ തിൽക്കൽ ലംഹത്തി, അപ്പോൾ അവർ മനുഷ്യരെ അല്ല. ആ സമയത്ത് അവർ മനുഷ്യരല്ല. ഇബ്നു ഖൽദൂൻ തന്റെ മുഖദ്ദിമ 1-ാം വാള്യം 303-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതാണ് ഈ ഭാരത്ത്. ഇത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ ഗാന്ധിജിനേക്കാൾ ഉസാറാണ്, കാറൽ മാർക്സിനേക്കാൾ ഉസാറാണെന്ന് പറഞ്ഞാൽ പോരാ. അവരുമായിട്ടൊന്നും തുലനം ചെയ്യാൻ പറ്റുന്ന ആളല്ല റസൂലുള്ളാഹി തങ്ങൾ. റസൂലുള്ളാഹി ഇതിനൊക്കെ വ്യത്യസ്തനായ ഒരാളാണ്. ആ വലിപ്പമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ആ നിലയ്ക്കൊന്നാണ് നബിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കൊണ്ട് തീർന്നില്ല. ഇതിപ്പോ റസൂലുള്ളാഹിനെ ഉൾക്കൊള്ളാൻ പൂർണ്ണമായി മനസ്സിലാക്കാനുള്ളത് പറഞ്ഞിട്ടല്ല. ഇനിയും ഇതിന്റെ അപ്പുറം ഒരുപാട് വരുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങളെ. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങള് തന്റെ ഫത്തുഹുൽ ബാരിയിൽ പ്രവാചകത്വത്തിന്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, സുമ്മ അന്നൽ അംബിയാ, പിന്നെ അമ്പിയാക്കന്മാർ യഖ്തസൂന, അവർക്കുള്ള പ്രത്യേകമായ ചില ഖസായിസുകൾ, അവർ പ്രത്യേകമായ ആയാത്തിൻ ചില ദൃഷ്ടാന്തങ്ങൾ കൊണ്ട്, ചില അടയാളങ്ങൾ കൊണ്ട് യുഅയ്യദൂന ബിഹാ ലിയതമയ്യസു ബിഹാ അമ്മൻ ലൈസ മിസ്ലഹും, മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന കുറെ വ്യത്യാസങ്ങൾ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. അത് ജനിക്കുന്നതിന് മുമ്പേ വേണം, ജനിച്ചിട്ടൊന്നും ഉണ്ടായാൽ പോരെ, അതിന്റെ മുമ്പേ തുടങ്ങണം അല്ലാഹു തആല. നബി ആകുമ്പോ കിട്ടുന്നത് വേറെ, ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു തആല അവരങ്ങനെ പടയ്ക്കുകയാണ്. മാതാവിന്റെ ഗർഭപാത്രത്തിലായിരിക്കെ തന്നെ ഞാൻ നബിയാണ് എന്ന് വെറുതെ പറയുന്നതല്ല. അവിടെ നിന്ന് നുബുവത്തുണ്ട്, അതിന്റെ ഗുണങ്ങളുണ്ട്, അതിന്റെ വളർച്ചയുണ്ട്. അത് കുട്ടിയാകുമ്പോ വേണം. ഓരോന്നും ഓരോ ഘട്ടവും പറയാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ചില ഘട്ടങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. അതിലൂടെയാണ് അവർക്ക് നൽകപ്പെട്ട നുബുവത്തിന്റെ ഇൽമായി നൽകപ്പെട്ട ഇൽമുൻ നുബുവത്തിന്റെ പുറമെ അവർക്ക് കുറെ പ്രത്യേകതകൾ അല്ലാഹു തആല നൽകുന്നുണ്ട്. ഫയകൂനു ലഹുൽ ഖുസൂസു, ആ പ്രവാചകന്മാർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകും. മിൻ വജ്ഹൈനി, രണ്ട് രൂപത്തിലുള്ള പ്രത്യേകതകളുണ്ട്, രണ്ട് വജ്ഹുണ്ട് അതിന്. ആ
രണ്ട് വജീഹുകൾ ഏതൊക്കെയാ? ഫമാഹുവ ഫി ഹയ്യിസി തഅലീമി ഹുവ നുബുവ. ജനങ്ങളെ പഠിപ്പിക്കുക എന്ന അർത്ഥത്തിൽ വരുമ്പോ അത് നുബുവത്ത് എന്ന് നമ്മൾ പറയും. അതെന്താ നുബുവത്ത്? അത് ജനങ്ങളെ പഠിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് തീർന്നില്ല. വമാഹുവ ഫി ഹയ്യിസി തഅയീദി, അവർക്ക് അല്ലാഹു തആല നൽകുന്ന ശക്തിപ്പെടുത്താൻ വേണ്ടി, ബലപ്പെടുത്താൻ വേണ്ടി, അവരുടെ ആധികാരികതയ്ക്ക് വേണ്ടി അല്ലാഹു നൽകുന്ന ചില പ്രത്യേകതകളുണ്ട്. അത് ജനങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളതല്ല, അത് അവർക്ക് വേണ്ടിയുള്ളതാണ്. അവരെ ശരീരം കാക്കണം, മറ്റുള്ളവന്റെ അക്രമം നിന്ന് രക്ഷപ്പെടുത്തണം, ആരും അവരുടെ അടുക്കേക്ക് ഒരു ശത്രുവിന് അടുക്കാൻ കഴിയാതിരിക്കണം. ആ നിലയിലുള്ള പ്രത്യേകതകളൊക്കെ പ്രവാചകന്മാർക്ക് നൽകുന്നുണ്ട്. ഹുവ ഹുജ്ജത്തുൻ നുബുവ. അതിന് ദലായിലുൻ നുബുവ അല്ലെങ്കിൽ ഹുജ്ജത്തുൻ നുബുവ എന്നാണ് അതിന് പറയാ. അത് നുബുവത്തല്ല, ഇൽമുൻ നുബുവത്തല്ല, ഹുജ്ജത്തുൻ നുബുവത്താണ്. അതിനാണ് ദലായിലുൻ നുബുവ എന്ന് പറയുന്നത്. ഒരുപാട് ഇമാമുകൾ, ഇമാം ബൈഹഖി ദലായിലുൻ നുബുവ എന്ന പേരിൽ കിതാബുണ്ട്. അതേപോലെ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ദലായിലുൻ നുബുവ എന്ന കിതാബുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ദലായിലുകൾ ഒരുപാട് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ആ ദലായിലുൻ നുബുവ അത് പറഞ്ഞിട്ട് മൂപ്പര് പറയാം, ആ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ, നമുക്ക് ഈമാനിന്റെ ഭാഗമായി അറിയേണ്ട ചില കാര്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയട്ടെ. എന്നിട്ട് ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങള് ഫതുഹുൽ ബാരിയിൽ എണ്ണുകയാണ് അതിലേറ്റവും വലുത് അവർക്ക് അല്ലാഹു നൽകുന്ന ഖസായിസുൻ നുബുവയിൽ, ഹുജ്ജത്തുൻ നുബുവയിൽ ഒന്നാമത്തെ കാര്യം തക്ലീമുല്ലാഹി ബിഗൈരി വാസിത്ത. ഇടയാളനില്ലാതെ, ഇടയിൽ ആരുമില്ലാതെ അള്ളാഹു അവരുമായി സംസാരിക്കും എന്നതാണ്. ഇത് വല്ലാത്തൊരു സംഭവമാണ്. അള്ളാഹു നേരിട്ട് സംസാരിക്കുക. മൂസാ നബി അലൈഹി സ്വലാം സംസാരിച്ച കഥയൊക്കെ നമുക്കറിയാലോ. അതൊന്നും പറയാൻ പറ്റ സമയമില്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പോ അള്ളാഹു തആല നേരിട്ട് സംസാരിക്കും പ്രവാചകന്മാരോട്. അള്ളാഹുവിന്റെ സംസാരം കേൾക്കാൻ അതെല്ലാവർക്കും കഴിയൂല. മൂസാ നബിക്ക് കഴിഞ്ഞില്ലോ ഒന്നും ഇപ്പോൾ തീരുമാനമായിട്ടില്ല. മൂസാ നബിന്റെ അവസ്ഥ നമുക്ക് സംസാരം കേട്ടിട്ടുണ്ട് മൂസാ നബി, പക്ഷെ കാണാൻ മൂസാ നബിക്ക് കഴിഞ്ഞില്ല. ആ ശബ്ദം മൂസാ നബി കേട്ടിട്ടുണ്ട്. അല്ലാഹു തആല മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട്, മാദാ ഫീ യമീനിക യാ മൂസ, എന്താ മൂസ നിന്റെ കയ്യില്? അപ്പൊ ഈ സംസാരത്തിന്റെ രസം കണ്ട് കാര്യിട്ടേ അത്ര ഇഷ്ടപ്പെട്ട ഒരു ശബ്ദമാണല്ലോ കേൾക്കണേ. ആ ശബ്ദം കേട്ടപ്പോ മൂസാ നബിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇതിപ്പോ കട്ടാവോ, ഇതെങ്ങാനും കട്ട് ചെയ്ത് പോകുമോ, ഈ ലൈൻ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് മൂസാ നബി സംസാരം നീട്ടിക്കൊണ്ടുപോവുക. ഇതൊക്കെ അല്ല ചോദിച്ചൊന്നല്ല, എന്താ കയ്യിലെന്ന് ചോദിച്ചാൽ വടിയെന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മൂസാ നബി ഇതൊക്കെ പറഞ്ഞെന്തിനാ? ഈ കണക്ഷൻ വേർവിട്ട് പോകാതിരിക്കാനാ. ആ ശബ്ദം കേൾക്കാനുള്ള താല്പര്യം കൊണ്ടാണ്. അള്ളാഹിനോടൊന്ന് സംസാരിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ ആ ശബ്ദം കേൾക്കാൻ ആഖിറത്തെങ്കിലും ഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പൊ അല്ലാഹു തആല പ്രവാചകന്മാരോട് സംസാരിക്കും. ഇതാണ് ഏറ്റവും വലുത്. എന്നിട്ട് അദ്ദേഹം പറയാ താസിഊഹ, ഒമ്പതാമത്തത്. ബാക്കിയൊക്കെ ഞാൻ വിട്ടുട്ടോ, ഫത്തുൽ ബാരി പേജൊക്കെ പറഞ്ഞുതരാം, നോക്കണം, മൂല്യന്മാർ നോക്കേണ്ടത് തന്നെയാണത്. ഒമ്പതാമത്തത് ദഖാഉ ബസരിഹി, ആ കണ്ണിന്റെ കൂർമ്മത. പ്രവാചകന്മാരുടെ കണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ണല്ല, അവരുടെ കണ്ണിന്റെ കൂർമ്മത 25,000 മൈൽ അകലെ, അല്ലെങ്കിൽ വേറെ എവിടെയോ, അല്ലെങ്കിൽ ആ ആകാശ ലോകത്തിൽ നിന്ന് ജിബ്രീൽ വഹിയുമായിട്ട് അവിടെ നിന്നിട്ട് പുറപ്പെട്ടാൽ റസൂലുള്ളാഹി തങ്ങൾ അത് കാണും. ഭൂമിയുടെ അങ്ങേ തലക്കിലുള്ള കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് കാണാൻ അല്ലാഹു തആല മഹാനായ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല കഴിവ് നൽകും. റസൂലുള്ളാഹി തങ്ങൾക്കും നൽകിയിട്ടുണ്ട്. അത്ര കാഴ്ചയുണ്ട് അവർക്ക്, നമ്മുടെ കാഴ്ചയല്ല. അത് മനുഷ്യ സഹജമായ കാഴ്ചയല്ല, അമാനുഷികമാണ്. ആശ്റുഹ, പത്താമത്തേത് ദഖാഉ സംഇഹി, പ്രവാചകന്മാരുടെ അവരുടെ കേൾവിയുടെ കൂർമ്മത. ഹത്താ യസ്മഉ മിൻ അക്സൽ അർളി മാ ലാ യസ്മഉഹു ഗൈറുഹു, മറ്റുള്ളവർക്കൊന്നും കേൾക്കാൻ കഴിയാത്തത് ഭൂമിയുടെ ഏതെങ്കിലും മൂലയ്ക്ക് നിന്ന്, കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് വ്യാപാര ഭവനിൽ നിന്ന് യാ റസൂലല്ലാഹ് എന്നൊരാൾ വിളിക്കുമ്പോ ആ വിളി കേൾക്കാൻ ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂലിന് കഴിയും. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇതിന്റെ കാലാവധി റസൂലുള്ള മരിച്ച ഡേറ്റിൽ അവസാനിച്ചു എന്ന് ഖുർആനിലോ ഹദീസിലോ ഉണ്ടെങ്കിൽ അങ്ങനെ, ഞാൻ തെരഞ്ഞോടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു,
ഇപ്പൊ അതൊക്കെ അവസാനിച്ചു എന്നാണോ? അതല്ല ഖിയാമത്ത് വരെ റസൂലുള്ളാഹിക്ക് എന്നും ആ നിലനിൽക്കുന്നതാണോ? നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെ. ഇതൊന്നും കഴിഞ്ഞതായിട്ട് എവിടെയും വന്നിട്ടില്ല. റസൂലുള്ളാഹിന്റെ നുബുവത്ത് എക്സ്പയറി ആയിട്ടില്ല, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ നുബുവത്ത് നിലനിൽക്കുന്ന കാലത്തോളം ആ കഴിവ് നിലനിൽക്കും. അള്ളാഹുവിന്റെ പ്രവാചകർ അത് കേൾക്കും. അവിടെ കൊണ്ട് തീർന്നില്ല. ഹാദിയ ഷറഹ 11-ാമത്തത് റസൂലുള്ളാഹി തങ്ങൾക്ക്, പ്രവാചകന്മാർക്ക് വാസന അറിയാനുള്ള, അവരുടെ ആ വാസന അറിയാനുള്ള കഴിവ്. കമാ വഖഅലി യഅഖൂബ, യഅഖൂബ് നബി അലൈഹിസ്സലാമിന് സംഭവിച്ചതുപോലെ ഫീ ഖമീസി യൂസുഫ, യൂസുഫ് നബിന്റെ കുപ്പായത്തിന്റെ കാര്യത്തിൽ. യൂസഫ് നബി അലൈഹിസ്സലാം ഏട്ടന്മാര് യൂസഫ് നബി അലൈഹിസ്സലാമിനെയും തിരിച്ചറിഞ്ഞപ്പോ, വാപ്പ യൂസുഫെ നിന്നെ പറ്റി ഓർത്ത് കരഞ്ഞിട്ട് ബാപ്പാന്റെ കണ്ണിലൊക്കെ കണ്ണുനീര് ഇറച്ചി മൂടിപ്പോയിട്ടുണ്ട് യൂസുഫെ, കാഴ്ചയൊന്നുമില്ല എന്ന് ഏട്ടന്മാര് പറഞ്ഞപ്പോ, യൂസഫ് നബി താൻ ധരിച്ചിരുന്ന അടിവസ്ത്രം ഊരിയിട്ട്, തന്റെ വയർപ്പിന്റെ ദുർഗന്ധമുള്ള ആ കമീസ് ഊരിയിട്ട് ഏട്ടന്മാരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പറയുന്നുണ്ട്, ഇത് ഹബൂബി കമീസി ഹാദ, നിങ്ങൾ ഈ കുപ്പായം കൊണ്ട് പോയിക്കോളി. ഈ കുപ്പായം കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്റെ വാപ്പാന്റെ മുഖത്തിട്ടാൽ എഴുത്തി ബസീറ, വാപ്പാക്ക് കാഴ്ച തിരിച്ചു കിട്ടും. ഇതെങ്ങനെ എപ്പ തന്നെ അറിയാം? ചക്കട്ടപ്പ മുയൽ കിട്ടിയതല്ലേ കറാമത്ത് മൂജിസത്ത്? ഇത് മുൻകൂട്ടി അറിയൂലല്ലോ. യൂസഫ് നബി മുൻകൂട്ടി പറഞ്ഞത് തെറ്റല്ലേ? അതൊക്കെ വഹാബികൾ യൂസഫ് നബി കാണുമ്പോൾ ചോദിച്ചോളി, ഞങ്ങൾക്കത് അറിഞ്ഞുകൂടാ. ഖുർആനിലെ യൂസഫ് നബി നേരത്തെ അറിഞ്ഞു തന്നെ ഉണ്ട്. ഇതുകൊണ്ടായി മുഖത്തിട്ടാൽ ഈ ബാപ്പാന്റെ കാഴ്ച അതൊക്കെ തിരിച്ചു കിട്ടും എന്ന് യൂസഫ് നബി അറിയണ കൊണ്ട് തന്നെയാ പറഞ്ഞത്. അത് പ്രവാചകന്മാർക്ക് അള്ള കൊടുക്കുന്ന മോചിതത്താണ്. ഏതായാലും അവര് ആ കുപ്പായവുമായിട്ട് പോയി എന്ന് മാത്രമല്ല, അവരവിടെ നിന്ന് പുറപ്പെട്ടപ്പോ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആനിലുണ്ട്, വലമ്മ ഫസലത്തിൽ ഈറു. ആ യാത്രാസംഘം അവിടെ നിന്ന് പുറപ്പെട്ടപ്പോ 400-600 കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ആ ഭാഗത്തിൽ നിന്ന് അവര് പുറപ്പെട്ടപ്പോ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ വീട്ടിലുള്ള ആളുകളോട് പറയുന്നുണ്ട്, കാല അബൂഹം, യാക്കൂബ് നബി പറഞ്ഞു, ഇന്നീല അജിദു റീഹ യൂസുഫ, ഞാൻ യൂസഫിന്റെ വാസന അനുഭവിക്കുന്നു. എത്ര കിലോമീറ്റർ? ഗൾഫുകാർക്കൊക്കെ അറിയാം. 500 കിലോമീറ്ററിൽ ആരുണ്ടാവില്ലേ അല്ലേ? ഗൾഫുകാർക്ക് അറിയാം. ഞാനതിന് ആളല്ല, അതായി പറയുന്നത്. ഞാൻ എവിടെ നിന്ന് ഒരിക്കൽ കോടാലി പോയിരുന്ന ഒരു ദിവസം ഇതിനെപ്പറ്റി 10,000 കിലോമീറ്റർ ഉണ്ടാവുമെന്ന് പ്രസംഗിച്ചു. എനിക്കറിയില്ലല്ലോ. അതിൽ ഒരാൾ പ്രസംഗം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അത്രയൊന്നും ഇല്ല ഉസ്താദെ, 400 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ ലോറി ഒരുപാട് പ്രാവശ്യം ഓടിച്ചിട്ടുണ്ട്. ആ സാദിഖാന്റെ അഞ്ചൻ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അറിയുന്നവർ ഇവിടെ ഉണ്ടാവാലോ. അപ്പൊ അത് എനിക്കറിയില്ല, ഞാൻ ആ സ്ഥലത്തൊന്നും പോയിട്ടില്ല. ഏതായാലും 400 കിലോമീറ്ററിൽ ചുരുങ്ങൂല. അത്ര ദൂരത്താണ് ഈ വാപ്പയും മകനും തമ്മിലുള്ള ദൂരം. മിസറും ഈ പറഞ്ഞ കല്യാണൊക്കെ ആയിട്ട്. ഏതായാലും യാക്കൂബ് നബി ആ വാസന അറിഞ്ഞു. ആ കുപ്പായത്തിന്റെ മകന്റെ സുഗന്ധം, ആ കുപ്പായത്തിന്റെ വേർപ്പിന്റെ സുഗന്ധം യാക്കൂബ് നബി അറിഞ്ഞിട്ട് പറയാ, ഞാൻ എന്റെ മോന്റെ വാസന അനുഭവിക്കുന്നു. പക്ഷേ നിങ്ങൾക്കത് തിരിയാനുള്ള ബുദ്ധിയില്ലല്ലോ. ലൗല അൻ തുഫന്നിദൂൻ, നിങ്ങൾ എന്നെ പിരാന്തനാക്കണില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയാം. ഇവര് പറയും ബാപ്പാക്ക് പിരാന്താന്ന് തന്നെ അപ്പോഴും പറയാ. അതങ്ങനെ തന്നെയാണല്ലോ. പ്രസവിക്കാത്ത പെണ്ണിന് പ്രസവ വേദന അറിയൂല. അപ്പൊ ഇവളെന്താ പറയാ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയണ്ടാ, എത്തിനാ ഈ പെണ്ണ് വെറുതെ കിടന്ന് നിലവിളിക്കണത്, അതിന് ഒഴുകി കിടന്നൂടെ? അവൾ അനുഭവിക്കുന്ന വേദന അവൾക്കല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇത് അറിഞ്ഞൂടാ, നമുക്കറിയില്ല. അത് പ്രവാചകന്മാർക്ക് അവരുടെ വലിപ്പം അറിയൂ. അതുകൊണ്ടാണ് ഈ മൂസ നബി യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഇന്നീല അജിദ് റീഹ യൂസുഫ ലൗല അൻ തുഫന്നിദൂൻ, നിങ്ങൾ എന്നെ പിരാന്തനാക്കലില്ലെങ്കിൽ. അപ്പൊ അത് ബാക്കിയുള്ളവർക്ക് ഇതെന്താ പിരാന്ത? ഇവിടെ ഇരുന്നിട്ട് യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും എന്ന് ഒറ്റപ്പാലത്തിരുന്ന് ചെല്ലിയാൽ റസൂലുള്ളാഹി തങ്ങൾ കേൾക്കും എന്ന് വിചാരിച്ചിട്ട് ചെല്ലണ പൊട്ടന്മാര് പണ്ട് പറയാറുണ്ട്. ഈ കാസം മൂല്യരോട് ആരും ചോദിച്ചത്ര, ഈ മുജാഹിദുകൾ കാഫറാണോ ചോദിച്ചത്ര അസംമൂല്യരോട്. അതിൽ ഈ കാസം മൂല്യര് പറഞ്ഞത്ര, ഒരു വീട്ടില് ഒരാൾ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. റോട്ടിൽ കൂടെ ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ ഒരു വീട്ടില് മൗലൂദ് നടക്കുകയാണ്. അവരുടെ വീട്ടില് വാപ്പ മരിച്ചതിന്റെ ആണ്ട് മൗലൂദാണ്. അപ്പൊ ആളുകൾ, മൗല്യന്മാരും നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഉറക്ക മൗലൂദ് ഓതുകയാണ്. അപ്പൊ വേറെ എതിരിലൊരാൾ വരുന്നുണ്ട്. ഈ എതിരിൽ വരുന്ന ആള് മറ്റാളോട് ചോദിച്ചു, എന്താ അവിടെ എന്ന് ചോദിച്ചു. ചോദിക്കപ്പെട്ട ആള് വഹാബിയ. എന്താ അവിടെ ചോദിച്ചപ്പോ ഇയാള് പറഞ്ഞു, ഒരു കാക്ക ചത്തിട്ട് വേറെയുള്ള കാക്കകളെ കൂടി കരിയണെന്ന് പറഞ്ഞു. ഒരു കാക്ക ചത്തിട്ട് വേറെയുള്ള കാക്കകളെ കൂടി കരിയണെന്ന് പറഞ്ഞു. ആര്? ഈ വഹാബി.
എന്നിട്ട് അസംബ്ലിയിൽ പറഞ്ഞു ആ പറഞ്ഞ വഹാബി കാഫിറാന്ന് ഉറപ്പാണ് പറഞ്ഞു. ആ പറഞ്ഞ വഹാബി, എല്ലാ വഹാബികളും കാഫിർ പറയാൻ പറ്റില്ലല്ലോ. ആ പറഞ്ഞ വഹാബി കാഫിറാണ്. ഈ ചത്ത കാക്കിയാരാ? റസൂലുള്ളാഹിയാണല്ലോ. റസൂലുള്ളാഹിനെ ആണല്ലോ അവനാ പറഞ്ഞത്. റസൂലുള്ളാഹിനെ കാക്കയാക്കിയ ആ കാക്ക ഏതായാലും കാഫിർ തന്നെ ആവാനാണ് സാധ്യത. അവനത്ര അസംബ്ലിയിൽ എന്ന് പറഞ്ഞ പോലെ ആ വിശ്വാസക്കാർ എത്രയുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകർ ഇത് കേൾക്കുമെന്ന് വിശ്വസിക്കണം. നമ്മുടെ ഈമാനിന്റെ ഭാഗമാണത്. അത് വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ വേറെ ചിലർക്ക് അത് പറ്റൂല. നോക്കി നിങ്ങൾ, അടുക്കെ ഉമർ മൗലവി, കെ ഉമർ മൗലവി തന്റെ സൽസബീൽ എന്ന് പറയുന്ന മാസികയിൽ എഴുതിയ വാക്കാണ് ഞാൻ ഈ വായിക്കുന്നത്. അടുക്കെ അകലെ മാസിക കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പല സ്റ്റേജിലും കാണിക്കാറുള്ളതാണല്ലോ. ഇവിടെ മറ്റുള്ളവരാരും ഉണ്ടാവില്ല, അതുകൊണ്ട് കൊണ്ടുവരാതിരുന്നതാണ്. എൻ്റെ വീട്ടിലുണ്ടാ സാധനം. അടുക്കെ, അകലെ, പതുക്കെ, ഉറക്കെ എന്ന വ്യത്യാസങ്ങളൊന്നും കൂടാതെ കേൾക്കൽ അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അത്തരം കേൾവി വേറെ ആർക്കെങ്കിലും ഉണ്ടെന്ന് വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കൽ കുഫറാകുന്നു. സൽസബീല് പുസ്തകം 1 ലക്കം 3 983 ജൂലൈ മാസം പേജ് 48. ഇവിടെയാണ് വഹാബി പ്രസ്ഥാനവും നമ്മളും തമ്മിൽ വ്യത്യാസം വരുന്നത്. നമ്മൾ ഈമാൻ കാര്യമായിട്ട് എണ്ണുന്ന കാര്യം അവർ കുഫറായിട്ടാണ് എണ്ണുന്നത്. നമ്മളെ ഈമാന്റെ ഭാഗമാണ്. റസൂലുള്ളാഹിനെ പറ്റി അങ്ങനെ വിശ്വസിക്കണം. അല്ലാഹു തആല പ്രവാചകന്മാർക്ക് ആ കഴിവ് നൽകിയിട്ടുണ്ട്. അത് അവരുടെ പ്രവാചകത്വത്തിന്റെ ഭാഗമാണ് എന്ന് മഹാന്മാര്, നമ്മുടെ ഇമാമുകൾ വ്യക്തമായി തന്നെ ഫത്തുഹുൽ ബാരി 12-ാമത്തെ വാല്യം 383-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ ഈ വായിച്ചത്. ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ തന്നെ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയതാണ്. ഇനി അതുകൊണ്ട് തീർന്നില്ല. സാനി അശറഹ 12-ാമത്തെ അടയാളമായിട്ട് അദ്ദേഹം പറഞ്ഞത് തഖ്വിയത്തു ജസദിഹി, അള്ളാഹുവിന്റെ പ്രവാചകരുടെ ശരീരത്തിന്റെ കഴിവ്, ശക്തി, പവർ. അത് നമ്മൾ മനസ്സിലാക്കണ പവറൊന്നും അല്ല. നീട്ടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഹദീസ് വായിക്കണില്ല. ഒന്ന് മാത്രം പറയട്ടെ. ഫയഖൂനു അലൈഹിസ്സലാത്തു വസ്സലാം ഉഅ്തിയ ഖുവ്വത 4000 റജുലിൻ, 4000 പുരുഷന്മാരുടെ ശക്തി അള്ളാഹിന്റെ പ്രവാചകർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് മിർക്കാത്ത് 1-ാമത്തെ വാള്യം 331-ാമത്തെ പേജിൽ മുല്ല അലിയിൽ കാരി റഹ്മത്തുള്ളാഹി അലൈഹി ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര? 4000 ആണുങ്ങളുടെ ശേഷി റസൂലുള്ളാഹി തങ്ങൾക്കുണ്ട്. പിന്നെ 9 പെണ്ണ് കെട്ടിയെന്നും പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞു നടക്കണോ അന്തല്ല എന്നല്ലാതെ എന്താ പറയാ? അതാണ് റസൂലുള്ളാഹ്. നമ്മൾ മനസ്സിലാക്കിയ ആളൊന്നുമല്ല. അള്ളാഹുവിന്റെ പ്രവാചകർക്ക് അത്ര ശക്തി നൽകപ്പെട്ടിട്ടുണ്ട്. ആ നിലയിൽ നൽകപ്പെട്ട കഴിവുകൾ നൽകപ്പെട്ട ഇതിന്റെ ഒക്കെ പുറമെ ഇതൊക്കെ വെറും ആത്മീയമായ മാറ്റം മാത്രമൊന്നുമല്ല. വെറും ആത്മീയമായ മാറ്റം എന്ന് ചിലരൊക്കെ അങ്ങനെയാക്കും. അങ്ങനെയൊക്കെ ഫത്തുൽ ബാരിയിലും ഹദീസിലൊക്കെ ഉണ്ടെങ്കിൽ ആത്മീയമായ മാറ്റം എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകരെ ആത്മീയമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ടും അള്ളാഹു തആല മാറ്റിയിട്ടുണ്ട്. വേറൊരു സാധനം, അത് മനുഷ്യ ശരീരത്തിന്റെ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് വെറുതെ അല്ല, ഒറ്റയ്ക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ തന്നെ തന്റെ ഫത്തുൽ ബാരി രേഖപ്പെടുത്തുന്ന കാണാം. അള്ളാഹുവിന്റെ പ്രവാചകരെ 4 പ്രാവശ്യം, 5 പ്രാവശ്യം എന്ന അഭിപ്രായമുണ്ട്. അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 4 പ്രാവശ്യം എന്നത് സ്വഹീഹായി വന്നതാണ്. മേജർ ഓപ്പറേഷൻ, ബൈപ്പാസ് സർജറി അള്ളാഹുവിന്റെ പ്രവാചകർ 4 പ്രാവശ്യം കീറിപ്പൊളിച്ച് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ചില അവയവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തത് വഹുവ സഗീറുൻ ഇൻദ മുർദിയതിഹി ഹലീമ. ഫത്തുഹുൽ ബാരി 1-ാമത്തെ വാള്യം 549-ാമത്തെ പേജിൽ കാണാം. ഹലീമ ബീവിയുടെ വീട്ടിൽ മുല കുടിച്ചുകൊണ്ട് കഴിയുമ്പോ ലംറത്തിന്റെ കൂടെ ആടുമേക്കാൻ പോയോടത്ത് വെച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻ നടത്തിയത് എന്തിനാ? അന്ന ശക്കല്ലവ്വല കാന ലിസ്തിദാദിഹി ലിനസിൽ അലക്കത്തില്ലതി ഖീല ലഹാ ഇൻദഹാ ഹാദാ ഹല്ലു ശൈത്വാനി മിൻക. റസൂലുള്ളാഹി തങ്ങളുടെ ഉള്ളു കീറിയിട്ട് ഏതോ ഒരു ഇറച്ചിക്കട്ട എടുത്തിട്ട് പുറത്ത് കളഞ്ഞു. സംസം വെള്ളം കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കി. എന്നിട്ട് ആ ഒരു ഇറച്ചി കഷ്ണം അവിടെ നിന്ന് മാറ്റി. അത് നീക്കണ നേരത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ ഹല്ലു ശൈത്വാനി മിൻക. ചെയ്ത്താന്റെ പ്ലഗ് ഇതാ, ഇതിലാ കൊണ്ടുവന്ന് ചെയ്ത്താൻ കുത്തുക. ആ പ്ലഗ് അഴിച്ചു കളഞ്ഞു. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ അതില്ല. പിശാചിന് അവിടെ കുത്താൻ കഴിയില്ല. 1-ാമത്തെ ഓപ്പറേഷൻ അതിനാ.
ഫത്തുൽ ബാരി എന്നാണ് ഞാൻ ഈ വായിക്കുന്നത്. രണ്ടാമത്തത് വീണ്ടും രണ്ടാമത് ഓപ്പറേഷൻ നടന്നു. അബീ ഹുറൈറത്ത ഹീന കാന ഇബ്നു അശ്രി സിനീന വഹുവ മഅ അബ്ദുൽ മുത്തലിബി. അദ്ദേഹം അബ്ദുൽ മുത്തലിബിന്റെ കൂടെ താമസിക്കുന്ന കാലഘട്ടത്തില് 10 വയസ്സുള്ള സമയത്ത് 13-ാം വാള്യം 489 പേജിൽ കാണാം. 10 വയസ്സുള്ളപ്പോ രണ്ടാമതൊരു ഓപ്പറേഷൻ നടത്തി. അഖ്റജഹ അബൂ നുഐമിൻ ഫീ ദലായിലിൻ നുബുവ. ദലായിലിൻ നുബുവയിൽ അബൂ നുഐം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകരെ വഖദ് റവ തയാലിസി വൽ ഹാരിസു ഫീ മുസ്നദൈഹിമാ മിൻ ഹദീസി ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന ശക്ക മറത്തൻ ഉഖറ ഇൻദ മജീ ജിബ്രീൽ ലഹു ബിൽ വഹി ഫീ ഗാരി ഹിറാ. ഹിറാ ഗുഹയില് വഹിയുമായിട്ട് ജിബ്രീൽ വന്നപ്പോ അതിന്റെ മുമ്പ് ഒരു ഓപ്പറേഷൻ നടത്തി. കാരണം വഹി സ്വീകരിക്കാൻ ആദ്യത്തെ 2 ഓപ്പറേഷൻ കൊണ്ട് കഴിയൂല. വഹി സ്വീകരിക്കണം, മലക്കിന്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇനി അതിനും വലിയൊരു ഓപ്പറേഷൻ നടത്തണം. അതിനുവേണ്ടി അല്ലാഹു തആല മൂന്നാമതൊരു ഓപ്പറേഷൻ റസൂലുള്ളാഹി തങ്ങൾ നടത്തി. അത് വഴി വഹി സ്വീകരിക്കാൻ അതൊക്കെ കഴിഞ്ഞു. ഞാൻ ചുരുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി വഹി സ്വീകരിക്കാനുള്ള കഴിവ് കിട്ടി. ആയിഷ ബീവി പറഞ്ഞില്ലേ, വഹി എന്ന് പറഞ്ഞതിന്റെ ഭാരം റസൂലുള്ളാഹി തങ്ങളുടെ തല എന്റെ തൊടയിൽ വെച്ച് കിടക്കുന്ന സമയത്ത് വഹി ഇറങ്ങിയിട്ടുണ്ട്. ആ വഹി അങ്ങ് ഇറങ്ങുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ തലന്റെ ഭാരം കൊണ്ട് എന്റെ തൊടയുടെ എല്ല് പൊടിഞ്ഞു പോകുമോ എന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട്. ആ നിലയിലുള്ള ഭാരം അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ആ സമയത്ത് ഉണ്ടാകുമായിരുന്നുവെന്ന് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ വയർത്ത് നനഞ്ഞ് കുളിക്കുമായിരുന്നു വഹി വരുമ്പോഴൊക്കെ. അങ്ങനെ ഒരുപാടൊന്നും പറയാൻ സമയമില്ല. ഇനി അതുകൊണ്ട് തീരൂല. ഈ 3 ഓപ്പറേഷൻ നടത്തിയിട്ടും അല്ലാന്റെ റസൂലിന് ഇവിടെ ഭൂമിയിലൂടെ ഇങ്ങനെ നടക്കാനേ പറ്റുള്ളൂ. ഇനി ആകാശത്തേക്കൊന്ന് പോണം, മലക്കുകളുടെ കൂട്ടത്തിലൊന്ന് പോണം, ആകാശങ്ങൾ വിട്ടുകിടക്കണം. ഇസ്രാ മിഅ്റാജിന് വേണ്ടി വന്നപ്പോ അല്ലാഹു തആല പിന്നെയും ആകാശ ലോകത്തേക്ക് കയറ്റാൻ യൗമൽ ഇസ്രായി വൽ മിഅ്റാജി ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബൈനമാ അന ഫിൽ ഹദീമി മുൽതജിയ, ഞാൻ കഅബാലയത്തിന്റെ ചാരത്ത് എന്റെ കൈ ഇങ്ങനെ തലയണയാക്കിയിട്ട് ഞാൻ ചരിഞ്ഞ് കിടക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകർ പറയാ, കഅബത്തിന്റെ ഓരത്ത് അങ്ങനെ കിടക്കണ നേരത്ത് ഇത് അത്താനി ആത്തിൻ, എന്റെ അടുക്കൽ കുറച്ച് ആൾക്കാർ വന്നു. 3 ആളുള്ള ഒരു സംഘം. അതിൽ ഒന്ന് ജിബ്രീലാണ്, ഒന്ന് മീകായിലാണ്, 3ാമത്തെ ആൾ എനിക്ക് അറിഞ്ഞൂടാ. 3 ആളുകൾ എൻ്റെ അടുക്ക് വന്നിട്ട് എന്നെ പിടിച്ചിട്ട് ഇത് അവര് 3 ആളും കൂടി റസൂലുള്ളാഹി തങ്ങളുടെ തൊണ്ടക്കുഴി മുതൽ നെഞ്ചങ്ങ് പൊളിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ നെഞ്ച് പൊളിച്ചു അവര്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ അത്താ ഫറഗ മിൻ സ്വദിരിഹി വ ജൗഫിഹി, ആ ഉള്ളിലുള്ളതൊക്കെ കൂടി വാരി പുറത്തിട്ടു. നെഞ്ചിന്റെ ഉള്ളിലുള്ളതൊക്കെ കൂടി എടുത്തിട്ട് അവര് പുറത്തിട്ടിട്ട് സംസം വെള്ളം കൊണ്ടുവന്നിട്ട് ഉള്ളു മുഴുവൻ വൃത്തിയാകുന്നത് വരെ സംസം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് സുമ്മ ഉത്തിയ ബിത്തഷ്തിൻ മിൻ ദഹബിൻ ഫീഹി തൗറും മിൻ ദഹബിൻ മഹ്ശുവൻ ഈമാനം വഹിക്മ. എന്നിട്ട് ഒരു തളിക കൊണ്ടുവരപ്പെട്ടു. ആ തളികയിൽ ഒരു ചെറിയ ചെപ്പുണ്ടായിരുന്നു. ആ ചെപ്പ് മിൻ ദഹബിൻ, പൊന്നിനാലുള്ള ഒരു ചെപ്പാണ്. മഹ്ശുവൻ ഈമാനം വഹിക്മ, ഈമാനിനാലും ഹിക്മത്തിനാലും നിറയ്ക്കപ്പെട്ട ഒരു ചെപ്പാണ് ആ പാത്രത്തിൽ ഉണ്ടായിരുന്ന തളികയിലുണ്ടായിരുന്നത്. എന്നിട്ട് അതുകൊണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഉൾഭാഗവും നാടി ഞരമ്പുകൾ ആകമാനം ആ ഈമാൻ കൊണ്ട് ഹിക്മത്ത് കൊണ്ട് നിറയ്ക്കപ്പെട്ടു. സുമ്മാത്തുബക്കഹു, എന്നിട്ട് അതിനെ കൂട്ടി ജിബ്രീൽ തന്നെ കൂട്ടിപ്പിടിച്ചിട്ട് തുന്നി, അല്ലെങ്കിൽ അതങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് ശരിയാക്കി. എന്നിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നിട്ടാണ് റസൂലുള്ളാഹിനെയും കൊണ്ട് ആകാശത്തേക്ക് കയറിപ്പോയി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ നമ്മൾ പറയുന്ന ശരീരമായിട്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റൂല. പൂർണ്ണതയിലെത്തിയ മലക്കാവണം. ആ മലക്കാനിയത്തിന്റെ പൂർണ്ണതയിൽ എത്തിച്ചിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ 7 ആകാശവും വിട്ടുകടത്തിയിട്ട് لا يزال بهيما فوق البراق مسرجا مذموما تعلو لحضرة قدسه تقديما صلوا عليه وسلموا تسليما എന്ന് പറയുന്ന ആ കയറ്റമൊക്കെ ഉണ്ടാകുന്നത് അവിടെയാണ്, അല്ലാതെ യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നല്ല.
അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞതൊക്കെ വിശ്വസിക്കണം. ഇവിടെയാണ് വഹാബികളുടെ ഈമാൻ ബിദ്അത്തായ ഈമാനാകുന്നത്. ഈമാനിൽ പഴിച്ച ഒന്നുകിൽ കാഫിറാവും അല്ലെങ്കിൽ മുബ്തദിയാവും. രണ്ടായാലും വൻദോഷമാണ്. ബിദ്അത്ത് എന്ന് പറയുന്നത് ചെറുതല്ല. നബിദിന ആഘോഷം ബിദ്അത്താണ്, മൗലൂദ് ബിദ്അത്താന്ന് വന്നാലും അത് വൻപാപമല്ല, ഒരു പ്രവൃത്തിയാണ്. പക്ഷെ വിശ്വാസത്തിലെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് നരകത്തിൽ കിടക്കാൻ നിർബന്ധിതനാക്കുന്ന ഒന്നാണ്, മഹാപാപമാണ്. അതാണ് വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ അവർക്ക് ബാധിച്ചിരിക്കുന്ന ബിദ്അത്ത് വിശ്വാസത്തിലാണ്. റസൂലുള്ളാഹി തങ്ങളെ ഈ നിലയിൽ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ ശരിയായ ഈമാനായി തീരുക, അല്ലെങ്കിൽ നമ്മൾ ഈമാനിൽ പഴിച്ചു പോകും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എണ്ണി പരിശുദ്ധ ഖുർആനും തിരു ഹദീസും ഒക്കെ എണ്ണി പറഞ്ഞിട്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തിൽക്കർ റുസുൽ, അതാടാ റസൂല്. ആ വാക്കിന്റെ ഗൗരവം നമ്മളൊന്ന് ആലോചിക്കണം. തിൽക്കർ റുസുൽ വല്ലല്ലാ ബാലഹും വലാ ബാലെന്ന് വയന്ന് പറഞ്ഞു പോയാൽ തിരിവില്ല. തിൽക്കർ റുസുലിന്റെ അവിടെ നിർത്തണം. അതാ റുസുല്, തിൽക്കർ റുസുലു, അതാണ് അള്ളാഹുവിന്റെ ദൂതൻ എന്ന് പറഞ്ഞാല് നിങ്ങൾ വിചാരിച്ച ആളല്ലാതെ എന്ന് അള്ളാഹു തആല പറയുന്നത്. ഈ സിഫത്തുകൾ ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിന്റെ പ്രവാചകരെ പരിചയപ്പെടുത്തി തന്നിട്ടാണ് ഇത് നമ്മളോട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മളോട് പറയുന്നത്. ഈ നിലവാരത്തിലേക്ക് നമ്മളെ പരിചയപ്പെടുത്തി തന്നിട്ടാണ്. എന്നിട്ട് അവരെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫളൽനാ ബഅലഹും അലാ ബഅൽ, അവരിൽ ചിലരെക്കാളും മേലെയാണ്, എല്ലാവരും തുല്യൊന്നുമല്ല. അള്ളാഹിനോട് സംസാരിച്ച ചില ആളുകൾ അക്കൂട്ടത്തിലുണ്ട്. സംസാരം പോരാ, കാണണം. മൂസാ നബിക്ക് തോന്നിയ പോലെ കുറെ കാലം ശബ്ദം ഇങ്ങനെ കേട്ടപ്പോ മൂസാ നബിക്ക് ഒരു തോന്നല്, ശബ്ദം എത്ര ചുരുക്കുണ്ടെങ്കിൽ കാണാൻ എത്ര ഉണ്ടാവും അല്ലേ? മറ്റേ ഇന്ദുലേഖ എന്ന് പറഞ്ഞ നോവലിൽ സൂര്യ നമ്പൂതിരി പറയുന്നുണ്ടല്ലോ, മകൾ ഇത്ര ചൊറുക്കുണ്ടെങ്കിൽ അമ്മ എത്രത്തോളം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ശബ്ദം എത്ര ചൊറുക്കാണെങ്കിൽ ആ ആളെ അള്ളാഹ് കണ്ടാ എത്രങ്ങാനും ചൊറുക്കുണ്ടാവും എന്ന് പറഞ്ഞു മൂസാ നബി. അല്ലാഹു തആല പറഞ്ഞു, മൂസ നിനക്കത് ആകൂല, നിന്റെ പീസ് മാറ്റിയിട്ടില്ല, നിന്റെ പീസ് അതിന് മാത്രം പോരാ. റസൂലുള്ളാഹി തങ്ങളുടെ പീസ് പലവട്ടം മാറ്റി കെട്ടിയതാ. അല്ലാതെ ഏതെങ്കിലും ഒരു ചെറിയ ട്രാൻസ്ഫോമറിന്ന് കണക്ഷൻ എടുത്തിട്ട് മെയിൻ സ്വിച്ചിൽ കൊണ്ട് കൊടുത്തിട്ട് ഒരു ചെറിയ ഒരു കമ്പി കൊണ്ട് കെട്ടിയ പീസല്ല റസൂലുള്ളാഹിന്റെ പീസ്. അത് കറണ്ടിന്റെ കേബിൾ മറ്റേ വയറിനെക്കാളൊക്കെ വലിയ വയറ് കൊണ്ട് കെട്ടിയത്, അത് അടിച്ചു പോകൂല. മൂസാ നബിന്റെ പെട്ടെന്ന് അടിച്ചു പോകും. അതുകൊണ്ട് അള്ള പറഞ്ഞ മൂസ നിന്നെ കൊണ്ടാവൂല, നീ മെനക്കെടണ്ട. മൂസാ നബി പറഞ്ഞു, എന്നാലും ഊതി ആയിട്ടല്ലേ റബ്ബേ, ഊതി ആയിട്ടല്ലേ, ഒറ്റവട്ടം. മൂസാ നബി യാചിക്കുകയാണ്. അവസാനം അല്ലാഹു തആല പറഞ്ഞു, ഇന്നത്തെ ഒരു പണി, ഉന്ദുറിയിലെ ജബലി, ആ പർവ്വതത്തിലേക്ക്, ആ തൂരി സിനാ മലയിലേക്ക് ഇങ്ങനെ നോക്കിക്കോ. നീ നിൽക്കണോടത്ത് നിൽക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞാല് നിനക്കപ്പം കാണാം എന്ന് പറഞ്ഞു അല്ലാഹു തആല. മൂസാ നബിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. ഫലമ്മാ തജല്ലാ റബ്ബുഹു ഖറ മൂസാ സൈഖ, മൂസാ നബി അലൈഹിസ്സലാം ബോധം കെട്ട് വീണു. ആ നൂറ് തജല്ലി വെളിവാകലോടുകൂടെ മൂസാ നബി ബോധം കെട്ട് വീണു. ഉരുണ്ട് താഴെ എത്തി. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ അള്ള ചോദിച്ചു, അല്ല മൂസേ എങ്ങനെയുണ്ട്, കണ്ടോ? അതേ ഉള്ളൂ മൂസാ നബി കണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ അതല്ല. അള്ളാഹുവിന്റെ പ്രവാചക അതിനു വേണ്ടിയാണ് നാലാമത്തെ പ്രാവശ്യം ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടുപോയത്. വസറൈത ലൈലൻ ലാ യസാലു ബഹീമാ ഫൗകൽ ബുറാഖി മുസറജം മസ്മൂമാ തർകാ യുസായിറുകൽ അമീനു നദീമാ تعلوا لحضرة قدسه تقديما حتى لبحر النور جبريل وقف في شته رعبا وودع وهتف دعني تقدم يا حبيبي لا تخف أبشر تنادي ربك القيوم صلوا عليه وسلموا تسليما. അങ്ങനെ ഒന്നാനാകാശവും രണ്ടാനാകാശവും മൂന്നാനാകാശവും ഒക്കെ വിട്ട് കടന്ന് സിദ്റത്തുൽ മുൻതഹന്റെ അവിടെ എത്തിയപ്പോ അത്താലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ്, കൂടെ ഉണ്ടായിരുന്ന മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്നു. ജിബ്രീൽ പറഞ്ഞു, നബിയെ ഇനി പറ്റൂല, എന്റെ പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് വിസല്ല, എനിക്ക് ഇതുവരെ വരാനേ കഴിയൂ, അപ്പുറം പോയാൽ ഞാൻ കരിഞ്ഞു പോകും. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ജിബ്രീലേ
ഈ ഒരു ദശാസന്ധിയിൽ ഒരു പരിചയവുമില്ലാത്ത ഇവിടെ കൊണ്ടുവന്നിട്ടാണോ താങ്കൾ എന്നിൽ നിന്ന് അകന്നു മാറുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹു തആല പറയാണ്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. ദഅനി തഖദ്ദം യാ ഹബീബി, നബിയേ നിങ്ങൾ വരി, നിങ്ങൾ കയറി വരി നബിയെ. ഇവിടെ മലക്കുകൾക്ക് മുഖറബുൽ അംലാക്ക് ജിബ്രീലിന് പോലും പ്രവേശനമില്ലാത്ത ആ ഹദീറത്തുൽ ഖുദ്സിലേക്ക് അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ്. ഫികാബ ഖൗസൈനി ദനാ ഔ അഖറബ മിൻ റബ്ബിഹി ഹാദൻ നബിയുൽ മുജ്തബ ഫറആഹു ഐനൻ വഫുആദൻ മർഹബ ഫസഖാഉ കൽസ മഹബ്ബത്തിൻ തസ്നീമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അമ്പും വില്ലും തമ്മിൽ അടുക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രവാചകർ അള്ളാഹുവുമായിട്ട് അടുക്കുകയും അള്ളാഹുവിനെ കണ്ണ് കുളിർക്കെ കാണുകയും അള്ളാഹുവുമായി മുനാജാത്ത് നടത്തിയിട്ട് 5 നേരത്തെ നിക്കാരവുമായിട്ട് നമ്മിലേക്ക് തിരിച്ചു വരികയും ചെയ്ത ഷഫീഉനാ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിയിൽ വിശ്വസിക്കുക, ആ നബിയെ തിരിച്ചറിയുക, ആ നബിയെ മനസ്സിലാക്കുക. തിൽക്കർ റസൂലു, ആ നബിയെ തിരിച്ചറിയലാണ് നമ്മുടെ ബാധ്യത. അല്ലാതെ ആരോ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് കാറൽ മാർക്സ് കാളുസാറാണ് പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ഗ്ലോറിയസ് റൈറ്റ് ഓഫ് ദ വേൾഡ് കാർലൈൻ പറഞ്ഞിട്ടുണ്ട്. കാർലൈൻ എത്ര പൊക്കി പറഞ്ഞാലും നബി പൊങ്ങാനൊരു പരിധിയുണ്ട്. അവിടെ നിന്നും കാർലൈന് മനസ്സിലാവൂല. ആ നിരീശ്വരവാദികൾ ഓറിയന്റലിസ്റ്റുകളും പറഞ്ഞതല്ല റസൂലുള്ള. അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഈ പദവി അംഗീകരിക്കലാണ് ഈമാൻ. ഇവിടെയാണ് ജിബിരി, ഇവിടെയാണ് അബൂജഹൽ കാഫറായത്, ഇവിടെയാണ്. അല്ലാണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടല്ല. ഈമാൻ എന്ന് പറയുന്നത് എന്താന്ന് തിരിയണം. തസ്ദീഖുർ റസൂലി ഫീമാ ജാ ബിഹി അൻ റബ്ബിഹി. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഞങ്ങൾ തന്റെ ഫത്ഹുൽ ബാരി 1-ാം വാള്യം 39-ാമത്തെ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖുർ റസൂൽ, റസൂൽ ഞാൻ അംഗീകരിക്കലാണ്, ആ റിസാലത്ത് അംഗീകരിക്കലാണ്. എന്ത് കാര്യത്തിലാ റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്നത്? ഫീമാ ജാ ബിഹി അൻ റബ്ബിഹി. റസൂലുള്ളാഹി തങ്ങൾ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനാണ് എന്ന് വിശ്വസിച്ചാൽ, റസൂലുള്ള അന്ത്യപ്രവാചകരാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ഈമാൻ ശരിയാവൂല. റസൂലുള്ള കൊണ്ടുവന്നത് അംഗീകരിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ അമാനുഷിക മുഖം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുജിസത്തിന്റെ നുബുവയുടെ ആ മുഖം അംഗീകരിക്കണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വഴിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ കാണാം, അന്ന അബൂജഹലിൻ ഖാല ലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹൽ എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്തുള്ള 21-ാം നൂറ്റാണ്ടിലെ ബുദ്ധിജീവികളെക്കാളൊക്കെ നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് പറയട്ടോ, അബൂജഹൽ എന്ന് പറഞ്ഞ ആൾ പൊട്ടനൊന്നുമല്ല. റസൂലുള്ളാഹി തങ്ങൾ ഏതും പാമ്പിനനുസരിച്ചിട്ടാണ് വടി വേണ്ടത്. നീർക്കോലിനെ തല്ലുന്ന വടി കൊണ്ട് മൂർഖനെ തല്ലാൻ നിൽക്കരുത്. ഓരോരുത്തർക്ക് പറ്റുന്ന എതിരാളികളെയാണ് അല്ലാഹു തആല ചരിത്രത്തിൽ കൊടുത്തിട്ടുള്ളൂ. ഫിറഔനിന് പറ്റുന്ന എതിരാളിയാണ് മൂസാ നബി. വെട്ട് തട്ട് ഒന്ന് കൊടുത്തു, അത് ചത്തു. ഇതാണ് ആരുടെ സ്വഭാവം? മൂസാ നബിയുടെ സ്വഭാവം. അല്ലാതെ മയവും മര്യാദയൊന്നും ആർക്കില്ല, മൂസാ നബിക്കില്ല. എന്തുകൊണ്ട്? എതിർക്കേണ്ടത് ഫിറൗനിനെയാണ്. അതിന് പറ്റുന്ന ആളെന്നെ ആവണം. അപ്പൊ അങ്ങനെയാ കൊടുത്തത്. ഈസാ നബി അലൈഹിസ്സലാം ഒരു ഒരു ചുവടത്ത് അടിച്ചാൽ മറ്റേ ചെവിയും കാണിച്ചു കൊടുക്കും. കാരണം മൂപ്പർക്ക് ശക്തരായ എതിരാളികൾ പറയാൻ ആരുമില്ല, ആ പൊട്ടൻ ജൂതന്മാരാ. അതുകൊണ്ട് ഈസാ നബിക്ക് അത്ര മതി. റസൂലുള്ളാഹി തങ്ങൾക്ക് അതിശക്തനായ ഒരു എതിരാളിയുണ്ട്. കൊല്ലുന്ന നേരത്ത് കഴുത്ത് മുറിക്കുമ്പോ എന്റെ കഴുത്ത് നീട്ടി മുറിക്കടാ, കണ്ടിട്ട് മുഹമ്മദ് നെട്ടട്ടെ എന്ന് പറഞ്ഞ വീരശൂര പരാക്രമിയാണ് അബൂജഹൽ. മറിച്ച് ഫിറൗനോ ചാകുന്നു കണ്ടപ്പോ ആമന്തു റബ്ബി മൂസ എന്ന് പറഞ്ഞ അലവലാദിയ അല്ലേ? ചാകണ കണ്ടത് ഇപ്പൊ കാലുമാറി. അതേപോലെ പറഞ്ഞൊക്കെ മാറ്റി പറഞ്ഞു. അബൂജഹൽ അപ്പോഴും പറഞ്ഞു എന്റെ കഴുത്ത് നീട്ടി മുറുക്കി, മുഹമ്മദ് കണ്ടിട്ട് നെട്ടട്ടെ എന്ന് പറഞ്ഞ പോക്കിരിയാണ് അബൂജഹൽ. ആ അബൂജഹൽ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അയാൾ എങ്ങനെയാ കാഫിറായി അയാളല്ലേ പറയേണ്ടത്? അയാൾ തന്നെ റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനോട് തങ്ങളോട് അബൂജഹൽ വന്നിട്ട് പറയുന്നു, ഇന്ന ലാ നുകദ്ദിബുക, നീ അൽ അമീനാണ് മുഹമ്മദേ, ഞാൻ നിന്നെ കളവാക്കൂല, നീ സത്യവാനാണ്, നിന്നെ പറ്റി ഒരു സംശയം എനിക്കില്ല, നീ സത്യമേ പറയൂ എന്ന് എനിക്കറിയാം, നിന്നെ ഞാൻ കളവാക്കുന്നില്ല. വലാകിൻ നുകദ്ദിബു ബിമാ ജിഇത ബിഹി, നീ കൊണ്ടുവന്നിരിക്കുന്നത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇത്രയേ ഉള്ളൂ വഹാബികൾക്കും കുഴപ്പം. റസൂലുള്ളാഹിന്റെ നുബുവത്തിന്റെ മുഖം, അമാനുഷിക മുഖം അംഗീകരിക്കാൻ അവർക്ക് കുറച്ച് പ്രയാസ.
ആയിരക്കണക്കിന് 10,000-കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിന്ന് ഭൂമിന്റെ അങ്ങേ തലക്ക് നടക്കുന്നത് കാണും, അങ്ങേ തലക്കിലുള്ളത് കേൾക്കും, അങ്ങേ തലക്കിലുള്ള വാസന അനുഭവിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞാല് അത് തിരി കൂടിപ്പോയില്ലേ, കുറച്ചുകൂടെ എന്ന് പറയുന്ന വഹാബിയത്ത്. അവിടെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെയാണ് ഈമാൻ പഴിക്കുക. അതുകൊണ്ട് കാഫിർ എന്നൊന്നും പറയുന്നുട്ടോ. കാഫിറാന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ബിദ്അത്തിന്റെ ഏറ്റവും കടുപ്പം കൂടിയ രൂപം അത്. റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് വിശ്വസിക്കാത്ത തസ്ദീഖുർ റസൂലി ഫീമാ ജാഅ ബിഹി അൻ റബ്ബിഹി, അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ കൊണ്ടുവന്നത് മുഴുവൻ വിശ്വസിക്കുക എന്നതാണ് ഈമാനിന്റെ അടിത്തറ. ഇത് അബൂജഹൽ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹു തആല വെറുതെ ഇരുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ആയത്ത് ഓതി കൊടുത്തു. ഇതിന് മറുപടി, നബിയെ നിങ്ങളെ അവര് വിശ്വസിക്കുന്നു, ബിമാ ജിഇത ബിഹി വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ വഅന്നഹും ലാ യുകദ്ദിബൂനക, ഖുർആൻ ഇറങ്ങിയില്ല, യുകദ്ദിബൂനക നബിയെ അവർ താങ്കളെ കളവാക്കുന്നില്ല, വലാകിന്നല്ലാദിമീന ഈ അക്രമികളായ കാഫിറുകള് അവര് കളവാക്കുന്നത് ബിആയാത്തില്ലാഹി യജ്ഹദൂൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ്, ദലായിലുൻ നുബവകളെയാണ് അവർ നിഷേധിക്കുന്നത്, അല്ലാഹുവിന്റെ ആയത്തുകളാണത്, അല്ലാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന ആയാത്തുകള്. വലഖദ് ആതൈനാ മൂസാ 9 ആയാത്ത്, 9 ആയാത്തുകളാണ് മൂസാ നബിക്ക് നൽകിയതെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് നൽകപ്പെട്ട ആയിരക്കണക്കിന് ദലായിലുകൾ, ആ ആയാത്തുകളാണ് അവർ നിഷേധിക്കുന്നത് നബിയെ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഈമാൻ പഴുക്കാതിരിക്കേണ്ടത്. ഇതാണ് നമ്മുടെ മഹലിലുള്ള ആളുകൾക്ക് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകരെ സമൂഹം തെറ്റിദ്ധരിക്കാൻ ഇടവരുന്നുണ്ട്. മുഅ്മിനീങ്ങളെന്ന് അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളാണെന്ന് പറയുന്നവരെ, ഖുർആനിലുള്ളതാണല്ലോ ഇത്. ആമിനു, നിങ്ങൾ വിശ്വസിക്കുക. നമ്മൾ പഠിച്ച എന്താ? തഹ്സീലുൽ ഹാസിൽ മുഹാലാണെന്നല്ലേ പഠിച്ചത്. മുഅ്മിനീങ്ങൾക്ക് എങ്ങനെ ഇനി മുഅ്മിനാകാൻ കഴിയുക? അല്ലാഹു തആല മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ട് പറയാ ആമിനു, നിങ്ങൾ വിശ്വസിക്കുക, ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനും അവന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കണം. അപ്പൊ അള്ളാഹു ആരെന്ന് അറിയാൻ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് അറിയണം. അതേപോലെ റസൂലുള്ളാഹി തങ്ങളെ നമ്മുടെ പരിധിന്റെ പരമാവധി പഠിക്കണം, റസൂലുള്ളാഹിനെ തിരിച്ചറിയണം, എന്നിട്ട് വിശ്വസിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലയ്ക്ക് നബിയെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. സമയം അതിക്രമിക്കുന്നത് കൊണ്ട് ഞാൻ ചുരുക്കട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഓരോ കാര്യങ്ങളും ഇനി പറയണമെങ്കിൽ ഒരുപാട് കാര്യം പറയേണ്ടതായിട്ട് വരും. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. നിർത്താനായില്ലേ? അപ്പൊ ഇനി ഒരുപാട് കാര്യം ഞാൻ പറയേണ്ടി വരും. ഇനി തുടങ്ങിയാൽ വേറെ പോവും. അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ മനസ്സിലാക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ആ നബിയെ പറ്റി പറയാൻ ശ്രമിക്കുക. നരർക്ക് വേണ്ടുന്ന ഗുണങ്ങളെല്ലാം നിറഞ്ഞ പാത്രം നബിതന്റെ ഗാത്രം, സത്യം, ദയാ, സൗജം, ഉദാരഭാവം, കൃത്യത്തിൽ നിഷ്ഠ, പരകാര്യശക്തി, വിശുദ്ധരാകും നബിതൻ ചരിത്രം, വചിച്ചിടുന്നോർ പരിശുദ്ധരാകും, വിശിഷ്യ കേൾക്കുന്ന ജനങ്ങളെല്ലാം വിശുദ്ധരായി തന്നെ ഭവിക്കുമല്ലോ എന്ന് കവി പാടിയതുപോലെ റസൂലുള്ളാഹി തങ്ങളെ മനസ്സിലാക്കാനും ആ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും പിൻപറ്റാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ സെമിനാറുകളും ചർച്ചകളൊക്കെ അതിനു കൂടി സഹായകമാക്കി തീർക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിഉമ്മഹാത്തിനാ വലിഅസാദീദിനാ ഹസ്സുൽ മുറാദനാ വബല്ലിഗ് അമാലനാ വഷ്ഫി അംറാദനാ വഷ്ഫി അംറാദ മർളാനാ യാ ഷാഫിയൽ അംറാൽ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.